അപ്പൊ നമ്മുടെ മൈ വൈ ബൈ കല്യാണിയിലെ കല്യാണി ചേച്ചി കുറച്ച് ദിവസമായിട്ട് എയർലായ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. പല വിധത്തിലുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെയും പ്രൊമോഷൻ കല്യാണിക്ക് കിട്ടാറുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അങ്ങനെ ഈയിടെ ചെയ്ത ഒരു സൺസ്ക്രീനിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് കല്യാണിയെ ഏറെ കയറ്റി വിട്ടത്. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് സൺസ്ക്രീൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരോ ഏട്ടാ സൺസ്ക്രീൻ പുരട്ടി പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ തീർന്നു പോകും എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും ഇതെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനിരുന്ന് കണ്ടപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അമ്മ അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളിവൊന്നും വരത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഞാൻ 2 ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് നന്നായിട്ട് അബ്സോർബ് ആവും. നന്നായിരിക്കും, ചേട്ടന്റെ ഫേസിൽ നല്ലോണം ചെയ്തു. അപ്പൂപ്പനെയും അമ്മൂമ്മയും വീഡിയോയിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരുടെ സ്കിന്ന് കണ്ടോ ആകെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ആവണ്ടെങ്കിൽ ഇപ്പോഴേ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞാണ് പലരും പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന മലയാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഫേസ് വാഷ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, വൈറ്റനിങ് ക്രീം തുടങ്ങിയ പലതരം പ്രൊഡക്റ്റുകളാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരാൾ മാത്രം ഉപയോഗിക്കുന്നത്. കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലേ. പല മലയാളി കുട്ടികളുടെയും സ്വപ്നം തന്നെ എങ്ങനെയും കൊറിയൻ ഗ്ലാസ് സ്കിൻ ആകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവർ എന്തും വാരിത്തേക്കും. ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരൊറ്റ ഡ്രീമാണ് നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലാസി ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കിട്ടണം. അത്രേ ഉള്ളൂ. പോപ്പുലർ ആയിട്ടുള്ള വ്ളോഗേഴ്സിന് ഉപയോഗിച്ച് പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത്. ഇന്ന് ടിവിയിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളും റീച്ച് കിട്ടുന്നത് ഒരു ഫാമിലി വ്ളോഗറുടെ പ്രൊമോഷൻ വീഡിയോ കാണുക എന്നുള്ളതാണ് സത്യം. വില നോക്കണ്ടോ അവനെടുത്ത്? ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. അമ്മ അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളിവൊന്നും വരത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഞാൻ നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലോ? 2 ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ. എന്തിനാ അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നേ? കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന്. പിന്നെയും എന്തിനാ കള്ളം പറയുന്ന? ഉള്ള വില കളയാതിരിക്കൂ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഓരോ ട്രെൻഡിനനുസരിച്ച് മാറാതെ ഓരോ സാധനങ്ങളും വരുമ്പോഴും ഇതാണ് നല്ലത് അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണോ? മോൾ ഇത് പ്രൊമോഷനാണ്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നൊരു വരി ഊതരുത്. ഇപ്പൊ ഒരു സ്ട്രൈക്കർ എന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അവര് ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്നുള്ളതിലും മിണ്ടാണ്ടിരിക്കാനേ ഉള്ളൂ. അപ്പൊ അവര് ചെയ്തതിൽ തെറ്റുണ്ട്, അത് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത്. ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ.